ഹായ് ഹലോ എവരിവൺ. റാങ്കിങ്ങിൻ്റെ ബേസിക് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ക്ലാസ് മുന്നേ അപ്ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. തന്ന വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അതിൻ്റെ ആൻസർ കീ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സാണ്. അപ്പോൾ ഓൾറെഡി തന്ന അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 70 പേരുള്ള ഒരു ക്ലാസ്സിൽ അനന്തുവിൻ്റെ റാങ്ക് 45ആണ്. അവസാന റാങ്കിൽ നിന്നും അനന്തുവിൻ്റെ റാങ്ക് എത്ര? ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. ടോട്ടൽ എത്രയാൻ തന്നിട്ടുണ്ട്. ഒരാളുടെ ഒരു വശത്തു നിന്നുള്ള റാങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ റാങ്ക് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ അനന്തുവിൻ്റെ പിന്നിലേക്ക് എത്ര പേരുണ്ടെന്നാണ് കിട്ടുക അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത് 25 എന്ന് കിട്ടും. ഈ 25 എന്ന് പറഞ്ഞാൽ അനന്തുവിൻ്റെ പിന്നിലേക്ക് 25 പേരുണ്ട്. അത് കഴിഞ്ഞ് അനന്തുവിൻ്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 25ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ആൻസർ 26 എന്ന് കിട്ടും. അപ്പോൾ ആ ഒന്ന് കൂട്ടുന്ന ഒന്ന് കുറയ്ക്കുന്ന എപ്പോഴാണെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു സൈഡിൽ നിന്നുള്ള റാങ്ക് തന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നിലേക്കുള്ള ആൾക്കാരുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആകെ ആൾക്കാരിൽ നിന്ന് അയാളുടെ റാങ്ക് കുറച്ചാൽ മതി. അപ്പോൾ അനന്തുവിൻ്റെ പിന്നിലേക്ക് എത്ര പേരുണ്ടെന്ന് കിട്ടും. അപ്പോൾ അയാളുടെ റാങ്ക് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? പിന്നിൽ എത്ര പേരുണ്ടോ അതിനോട് ഒന്ന് കൂട്ടിയാൽ മതി. ഒരു വരിയിൽ ശില്പം മുന്നിൽ നിന്ന് 10ാമതും പിന്നിൽ നിന്ന് 6ാമതുമാണ്. ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇതായിരുന്നു രണ്ടാമത്തെ ടൈപ്പ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആകെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ഥാനത്തുക കണ്ടുപിടിക്കുക. അപ്പോൾ സ്ഥാനത്തുക നമുക്കിവിടെ എത്ര കിട്ടും? n + x = 16 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. എന്തായിരുന്നു? ഇവിടെ നമ്മൾ ശില്പേനെ 2 തവണ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? 2 തവണ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ആളെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആകെ ആളുകളുടെ എണ്ണം കിട്ടാൻ 16ൽ നിന്ന് 1 കുറച്ചാൽ മതി. ഇപ്പോൾ 15 കിട്ടും. അതുകൊണ്ടാണ് 1 കുറയ്ക്കുന്നത്. 2 തവണ ഒരാളെ കൗണ്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അടുത്തത് ഒരു വരിയിൽ നിന്ന് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും 15ാമതാണ്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര എന്നുള്ളത് അത് സെയിം ക്വസ്റ്റൻ ആണ്. ഒരേ റാങ്ക് ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. 15 + 15 നമുക്ക് 30 എന്ന് കിട്ടും. അപ്പോൾ 30ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 1 കുറയ്ക്കുക, 29 ആൻസർ കിട്ടും. അപ്പോൾ എന്തിനാണ് ഓപ്ഷനിൽ 30 കാണും കേട്ടോ. 30 കാണും, 32 കാണും, 31 കാണും. അപ്പോൾ നമുക്ക് ഡൗട്ട് ആവരുത് 1 ആഡ് ചെയ്യണോ കുറയ്ക്കുകയാണോ എന്നുള്ളത്. 1 കുറയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഓർത്ത് വെച്ചിട്ട് പ്രോബ്ലം അപ്രോച്ച് ചെയ്യാം. 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ശ്രുതി മുൻപിൽ നിന്ന് 8ാമതും ഗീതു പിന്നിൽ നിന്നും 6ാമതുമാണ്. ഇടയിൽ എത്ര പേരുണ്ട്? ഇത് മൂന്നാമത്തെ ടൈപ്പ് ആയിരുന്നു. മൂന്നാമത്തെ ടൈപ്പ് 2 രീതിയിൽ വരാം അല്ലേ? അവിടെ ആകെ ആളുകളുടെ എണ്ണം 25 തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? സ്ഥാനത്തുക ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. സ്ഥാനത്തുക എത്ര വരും? 8ഉം 6ഉം വരും. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? 14 വരുന്നു. അപ്പോൾ 14 25നേക്കാളും കുറവാണ്. അപ്പോൾ കുറവാണെങ്കിൽ അവർക്ക് ഇടയിലുള്ള ആൾക്കാർ എത്രയെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആകെ തുകയിൽ നിന്ന് ആകെ ആളുകളുടെ എണ്ണത്തിൽ നിന്ന് സ്ഥാനത്തുക കുറച്ചാൽ മതി. അതായത് 25ൽ നിന്ന് 14 കുറച്ചാൽ മതി. നമുക്ക് 11 ആൻസർ കിട്ടും. അപ്പോൾ ഗീതുവിൻ്റെയും ശ്രുതിയുടെയും നടുവിൽ 11 ആൾക്കാരുണ്ട്. അപ്പോൾ അത് കൂടുതലാണെങ്കിൽ സ്ഥാനത്തുക കൂടുതലായിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാനത്തുകയിൽ നിന്ന് ആകെ എണ്ണം കുറച്ചിട്ട് അതിൽ നിന്ന് 2 കുറയ്ക്കണം. 2 കുറയ്ക്കുന്നതിൻ്റെ കാര്യം അവിടെ നമ്മൾ ആ 2 പേര് 2 തവണ കൗണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് 2 കുറയ്ക്കുന്നത്. അപ്പം അതും ഓർത്ത് വയ്ക്കുക. ഇനി ഒരു വരിയിൽ ഒരാൾ മുന്നിൽ നിന്ന് 6ാമതും പിന്നിൽ നിന്ന് 18ാമതുമാണ് ആകെ ആളുകൾ. ഇത്ര എന്ത് ചെയ്താൽ മതി? സ്ഥാനത്തുക ആഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം? 1 കുറയ്ക്കുക. കുറയ്ക്കാനുള്ള കാരണം എന്താണ്? ഒരാളെ തന്നെ 2 തവണ കൗണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് 24 - 1 23 കിട്ടും. അടുത്തത് ഒരു വരിയിൽ മുന്നിൽ നിന്ന് 13ാമതും പിന്നിൽ നിന്ന് 8ാമതുമാണ്. ആ വരിയിൽ എത്ര പേരുണ്ട്? അഗെയിൻ എന്ത് തന്നെയാണ്? സെയിം ആണ്. ഒരാളുടെ സ്ഥാനം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 13 + 8 - 1 ചെയ്താൽ മതി. 51 ഉദ്യോഗാർത്ഥികൾ ഉയരത്തിന്റെ ക്രമത്തിൽ നിന്നപ്പോൾ അജയൻ 21ാമതാണ്. മറ്റേ അറ്റത്തു നിന്നുള്ള സ്ഥാനം എത്രയെന്നുള്ളത് സെയിം തന്നെയാണ് അല്ലേ? 51ൽ നിന്ന് 21 കുറയ്ക്കുക, 1 കൂട്ടുക. നമുക്ക് 30 + 1 31 കിട്ടും. ആ 1 കൂട്ടുന്നതിൻ്റെ കാരണം എഗെയിൻ പറയാണ്, അയാളുടെ പിന്നിലേക്ക് അജയൻ്റെ പിന്നിലേക്ക് എത്ര പേരുണ്ടെന്നാണ് നമ്മൾ ഈ 30 കൗണ്ട് ചെയ്യുന്നത്. അപ്പം അജയനെ അടുത്തതായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഒരാൾ അടുത്ത എണ്ണമാണ് അല്ലേ? ഇപ്പോൾ തൊട്ടടുത്ത ആളാണ്. 30 കഴിഞ്ഞ് 31ാമതാണ് അജയനുള്ളത്. ഇപ്പോൾ പിന്നിൽ നിന്നും അജയൻ്റെ സ്ഥാനം 31 എന്ന് വരും. തരുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഡൗട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻസ് കണ്ടെത്തി പഠിക്കുക. ഇത് 10th പ്രിലിംസിനൊക്കെ മാക്സിമം ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ വരാൻ സാധ്യതയുള്ളൂ. ഇത് എങ്കിലും നന്നായി പഠിച്ചു പോവുക. അടുത്ത ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ ബൈ.